Good morning. Today we are going to discuss about the control structures in JavaScript. So in the last class we discussed about the data types, operators, how to declare a variable, etc. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ്. നമുക്കറിയാം, we have already studied in C++. There are two types of control statements. That is, the first one is the decision statement and the second one is the looping statements. So the two examples which come under the decision statements are if and switch, as well as in the case of looping statements the three examples are while, do while and for. These five examples we have already studied in C++. അപ്പോൾ അതുകൊണ്ട് തന്നെ the same syntax what we have studied in C++ is applicable to JavaScript also. Okay, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലും സെയിം സിൻടാക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിൻടാക്സിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ പോർഷൻ എടുത്തിട്ടൊന്ന് നോക്കുക. സോ ഐ എം ഡയറക്ട്ലി ഗോയിങ് ടു ദി പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മളിത് എഴുതുന്നതെന്നുള്ള കാര്യം മാത്രമാണ്, നമ്മൾ ചെറിയ പ്രോഗ്രാംസിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ചെക്സ് വെദർ എ സ്റ്റുഡൻറ്റ് ഹാസ് പാസ്ഡ് ഓർ നോട്ട്. നമുക്കറിയാം വളരെ സിമ്പിളായിട്ടൊരു പ്രോഗ്രാമാണ്. ഒരു കുട്ടി പാസ്സായോ ഇല്ലയോ എന്ന് നോക്കുക. എങ്ങനെയാണ് ഒരു കുട്ടി പാസ്സായോ ഇല്ലയോ നോക്കുന്നത്? 30% താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 100ൽ 30 മാർക്സിൽ താഴെയാണെങ്കിൽ ആ കുട്ടി ഫെയിലായി, 30 മാർക്സിൽ കൂടുതലാണെങ്കിൽ ആ കുട്ടി പാസ്സായി. അപ്പോൾ അത്രമാത്രം ലോജിക്ക്. നമ്മൾ ജസ്റ്റ് കൂടുതൽ എന്താ പറയുക, കൂടുതൽ കണ്ടീഷൻസും നമ്മളിതിൽ ചെക്ക് ചെയ്യുന്നില്ല. വി ഹാവ് ജസ്റ്റ് ചെക്കിംഗ് വെദർ ദ സ്റ്റുഡൻറ്റ് ഹാസ് പാസ്ഡ് ഓർ നോട്ട് ബൈ ഗിവിങ് ഓൺലി എ വൺ ഡാറ്റ. ദാറ്റ് മീൻസ് ഓൺലി ഗിവിങ് മാർക്ക് ഫോർ വൺ സബ്ജക്റ്റ്. ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രം കൊടുത്ത് ആ കുട്ടി പാസ്സായോ ഇല്ലയോ എന്ന് നോക്കുവാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. അപ്പോൾ ആദ്യത്തെ പോർഷനൊക്കെ നമുക്ക് ക്ലിയർ ആണ്. ഐ എം ഡയറക്ട്ലി ഗോയിങ് ടു ദ ബോഡി ടാഗ്. സോ ഹിയർ ഐ ഹാവ് written the script tag. Script language is equal to JavaScript. Look here, I have declared a variable score. I have declared using the keyword var. Now I have given the value 35 to score. That means the score will be of number data type. So see, next I am using the decision statement. If score less than 30, that means the student has failed. അല്ലേ, സ്റ്റുഡൻ്റ് അവിടെ എന്തായി, സ്കോർ 30ൽ താഴെയാണെങ്കിൽ എന്താണ്, സ്റ്റുഡൻറ്റ് ഫെയിൽഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. സോ ഐ ഹാവ് റിട്ടൺ ആസ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഫെയിൽഡ് എന്ന് അവിടെ പ്രിൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ എൽസ് വാട്ട് ഷുഡ് ബി പ്രിൻറ്റഡ്, ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് പാസ്ഡ് മീൻസ് പാസ്ഡ് ഷുഡ് ബി പ്രിൻറ്റഡ് ഇൻ ദ വെബ് പേജ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്? ദാറ്റ് മീൻസ് വാട്ട് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഡബിൾ കോഡ് ഷുഡ് ബി പ്രിൻറ്റഡ് ഇൻ ദി വെബ് പേജ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡിഡ് ഇൻ ദി ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ 30ൽ താഴെയാണെങ്കിൽ ഫെയിൽഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം, 30ൽ കൂടുതലാണെങ്കിൽ പാസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. സോ ഇൻ ദിസ് എക്സാമ്പിൾ I have given here the value 35. So the output should be, what should be the output? Output should be passed. Okay, so let us look what is the output when we are executing this program. I am going to execute this program in Notepad. I have written this program in the Notepad. I am going to execute this program. So what we have, what message is shown in the വെബ് പേജ് പാസ്ഡ് ഈസ് ഷോൺ അല്ലേ. പാസ്ഡ് എന്നവിടെ കാണിച്ചു. ഞാനിവിടെ ഓൾറെഡി നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഐ എം ഓൺലി ജസ്റ്റ് എക്സിക്യൂട്ടിംഗ് ദിസ് പ്രോഗ്രാം. ഞാനിവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്തു, പാസ്ഡ് എന്ന് ഡിസ്പ്ലേ ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ, so we are moving on to the next program. So the next program is to create a web page to print the day of the week. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. We have written this program in C++ with the help of if else if ladder as well as with the help of switch. So in this example I am going to show you the working of switch. Okay, so here I have declared a variable digit. ആദ്യത്തെ എല്ലാം നിങ്ങൾക്കറിയാം, വീണ്ടും ഞാൻ പറയുന്നില്ല. ഡിജിറ്റ് ആണ്. ഡിജിറ്റ് ഈസ് വി ഹാവ് ഡിക്ലെയർഡ് ഡിജിറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കീവേഡ് var and I have given the data 3 to digit. So digit will be of number data type. Okay, now I am using the switch control structure, and in the bracket I am giving as digit. So case 1, what should we write in under case 1? Sunday. Case 2 Monday. So same syntax. Case 1 കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി അതിനുശേഷം ബ്രേക്ക് ഉപയോഗിച്ചു. നമ്മൾ പഠിച്ച അതേ സിൻടാക്സ് തന്നെ. ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കേസ് 2 Monday will be printed. If it is case 4 case 3 Tuesday will be printed. 4 ആണെങ്കിൽ Wednesday, 5 ആണെങ്കിൽ Thursday, 6 ആണെങ്കിൽ Friday, 7 ആണെങ്കിൽ Saturday. And if it is default, that means any other value other than 1 to 7 will be printed as invalid entry. I have closed the script, I have closed the body, I have closed the HTML code. So in this program we have given the input as
3. We have given the input as 3. So what should be the output? The output should be Tuesday. Okay, so let us look what will be the output of this program. I am going to execute this program. See, the output will be Tuesday. Clear? Okay. So next I am moving to the third program. To create a web page to display the square of first 10 numbers. ആദ്യത്തെ 10 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പ്രിന്റ് ചെയ്യണം. Okay, so here we can use the for loop because I know the correct number of iterations. In the last year I have told you, if we know the correct number of iterations, the best loop that can be used is the for loop. അല്ലേ, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു തന്നതാണ് അതെല്ലാം. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഐട്രേഷൻസിൻ്റെ എണ്ണം എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ലൂപ്പ് യൂസ് ചെയ്യുന്നു? ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. The first portion is clear to you, and I am starting with the script code. Script language is equal to JavaScript. Here I have declared two variables, var and s. I is a control variable of for loop. I എവിടെ നിന്ന് തുടങ്ങുന്നു? 1 നിന്നും തുടങ്ങി 10 വരെ അവസാനിക്കുന്ന 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് കൊടുത്തു. സി ഹിയർ s is equal to I into I. That means I have to find the square. So I into I means in the first case it will be 1 into 1, second case 2 into 2, third case 3 into 3, and in the last case 10 into 10 will be calculated and it will be stored in S. ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്, കാരണം ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ഹിയർ? ദ ക്വസ്റ്റ്യൻ ഹിയർ ഈസ് ടു പ്രിന്റ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പർ. സോ വെൻ വി ആർ കാൽക്കുലേറ്റിംഗ്, ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ദ സ്ക്വയർ ഓഫ് ദി ഫസ്റ്റ് നമ്പർ വി ഹാവ് ടു ഇമീഡിയറ്റ്ലി പ്രിന്റ് ദാറ്റ് നമ്പർ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ അറേ ഒന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്പറിൻ്റെ സ്ക്വയർ കാണുമ്പോൾ അപ്പം തന്നെ അത് പ്രിന്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ നമ്പർ കാണുന്നു, അത് പ്രിന്റ് ചെയ്യുന്നു, മൂന്നാമത്തെ നമ്പർ കാണുന്നു, അത് പ്രിന്റ് ചെയ്യുന്നു. ആ ഒരു രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ആൻഡ് ദാറ്റ് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് സ്റ്റോർഡ് ഇൻ S. Now look at this statement. I have written as document.write. In double quotes I have given as square of. Okay, I have closed the double quotes here. Next I am using plus sign. ഇന്നലെ നമ്മൾ പഠിച്ചു plus sign. Which operator is plus? Plus sign has two jobs in the case of JavaScript. If the operand is of number, it will add two numbers, and if the operand is string, it will add two strings. So here the first operand is of string, and we have said if any operand is string, plus automatically considers as a string addition operator. Okay, so first what will be added? Square of will be added. Square of added plus sign. And again I have given as I, that means the value. I is not given in double quotes, I have just given I. So the value will be taken here. And again I have given the plus sign. Again addition, string addition equal to. Again I have given plus. And the last one is S. So what will be the output? ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? സ്ക്വയർ ഓഫ് പ്ലസ് വന്നതുകൊണ്ട് ഇതിനെ ആഡ് ചെയ്തു. മീൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജോയിൻ ചെയ്യുക എന്നല്ല പറഞ്ഞു തന്നതാണ്. ജോയിൻ ചെയ്യുക. സ്ക്വയർ ഓഫ് means square of plus I means square of, if the value of I is 1, square of 1 is equal to plus S enna koduttirikkunnu. X in double quotes illa, so the value of S will be taken. So in the first case square of 1 is equal to 1. In the second case square of 2 is equal to 4. In the third case square of 3 is equal to 9. അങ്ങനെ അത് പ്രിന്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്തതിന് ശേഷം I have given as document.write. In double quotes I have given BR tag. So what is the use of BR tag? If I am giving in double quotes, it will go to the next line. So after printing square of number in square of number, automatically the control is transferred to the next line. In the similar way, all the numbers from 1 to 10 will be printed. Okay, അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. Clear? Now we can look what will be the output of this program. So this is not the program, sorry. Okay, see, square of 1 is equal to 1, square of 2 is equal to 4, so a square of 3 is equal to 9 up to square of 10 is equal to 100. അപ്പോൾ BR ടാഗ് കൊടുത്തത് കൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്? താഴെയായിട്ട് അവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? Okay. Now we are moving on to the next program.
to create a web page that displays even numbers up to 10. 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് നമുക്കിവിടെ കൊടുക്കാം, പക്ഷേ to illustrate the example of while loop, I have given here while loop. Okay, so script language is equal to JavaScript. I have given a variable I. Since we have to print the even numbers, I have initialized the value of I with 2. 2 വെച്ചിട്ട് ഞാൻ അവിടെ ഇനീഷ്യലൈസേഷൻ നടത്തി. ഈവൻ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. എവിടം വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്? 10 വരെയാണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ദ വാല്യൂ ഓഫ് I ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. സി document dot write of I, first even number will be printed, and I have used the br tag. So in the next line it will go, control will go to the next line. അടുത്ത ലൈനിലേക്ക് പോയി. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഓപ്പറേറ്റർ ഓർക്കുന്നുണ്ടോ? ഏതാണ് ഓപ്പറേറ്റർ? ഷോർട്ട് ഹാൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. I plus equal to 2, that means I is equal to I plus 2. So the next even value will be taken. That means first the value of I was 2, next one the value of I will be 4 അല്ലേ? ആദ്യം I 2 ആയിരുന്നു, പിന്നെ 4 ആയി, പിന്നെ 6 ആയി, പിന്നെ 8 ആയി, പിന്നെ 10 ആയി. അങ്ങനെ 2 മുതൽ 10 വരെയുള്ള ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? Okay, so now we can go to the code. So this code was, see the output of the code എന്താ നോക്കുക? 2 4 6 8 10 ഇത്രയും നമ്പേഴ്സ് അവിടെ പ്രിന്റ് ചെയ്തു. Clear? So after printing 2 it goes to the next line, after printing 4 it goes to the next line, because we have used the br tag. br tag നമ്മളിവിടെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഓരോ നമ്പർ പ്രിന്റ് ചെയ്തതിനു ശേഷം it is going to the next line. Clear? Okay, so we have completed our simple programs which illustrate the example of control structures. Next we are going to study the various built-in functions in JavaScript. So all of us know what do you mean by what's the meaning of built-in functions. built-in functionsനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് built-in functions. അപ്പോൾ JavaScriptലുള്ള built-in function is also known as methods. Okay, so the various built-in functions and the very commonly used built-in functions in JavaScript is the alert function. So what is the use of this alert function? Alert function is used to display a message to the user. So what's the difference between alert and document.write? Document.write is to print a message to the web page. Okay, but alert is used to display a message to the user at the time. It is used at the time of a data validation. ഡാറ്റ വാലിഡേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഒരു യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഫങ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, അലേർട്ട് എന്ന് പറയുന്നത്. Okay, so I will show you how this alert function will work. So this is the alert function. I have written a simple program. See, here I have written a simple program just to show you how this program will work. So this is a program. ഇവിടെ ഞാൻ title head ഒക്കെ എഴുതി, script language is equal to JavaScript. Just I have given alert welcome to JavaScript. I have closed the script, closed the body and closed the HTML program. So we can look how this program will work. നോക്കിക്കോളാം. See, this is the message that is given to the user. This message is printed in a box. Whereas in the case of document.write, the message will be printed in the web page itself. Okay, അപ്പോൾ ഇതാണ് യൂസർക്ക് ഒരു മെസ്സേജ് വാലിഡേഷൻ സമയത്തൊക്കെ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെയുള്ളൊരു മെസ്സേജ്, നമുക്ക് സേവ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ മെസ്സേജ് നമ്മൾ കൊടുക്കാറില്ലേ. അപ്പോൾ ആ ടൈപ്പ് മെസ്സേജസ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? അലേർട്ട് ഫംഗ്ഷൻ help ചെയ്യുന്നു. And if I am pressing OK, the box will disappear. Okay, so this is the importance of using alert function. So next one is eSnan function. So what do you mean by eSnan? The very important point to be noted in the case of alert is that all the letters should be of small letters, of lower case. അല്ലേ, എല്ലാ ലെറ്റേഴ്സും എങ്ങനെയായിരിക്കണം? ലോവർ കേസിലായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചോളാം, എല്ലാ ലെറ്റേഴ്സും ലോവർ കേസിലായിരിക്കണം. And in the case of eSnan, is is small letter, N is capital letter, A again is small letter, N is capital letter. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്ററിൽ വരുന്നത്, ഏതൊക്കെയാണ് സ്മോൾ ലെറ്ററിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ eSnan is used to check whether a value is a number or not.
Okay, so if the data given is a number data, this will this means is nan means not a number. Nan stands for not a number. So in which condition it will be true? It will be true if the data given is not a number. Okay, if the data given is a number if the data given is other than a number, the output will be true and in the other case output will be false. Okay, അപ്പോൾ ഈസ് നാൻ എന്ന് പറയുന്നത് നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. പക്ഷെ നാൻ എന്ന് പറഞ്ഞാൽ നോട്ട് എ നമ്പർ ആണ്. അപ്പോൾ നോട്ട് നമ്പർ അല്ലാത്ത കേസിൽ മാത്രമേ ഇതെന്ത് ഡിസ്പ്ലേ ചെയ്യുള്ളൂ, എന്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, ട്രൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും, false output ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So here I have written some of the examples. The first one is nan nan of welcome. Here it is a string. I have given in this is a string. Okay, this is not a number, this is a string. So here the output will be true. Here also is nan a123. Here also it is a string because first letter is a. It contains a letter. So here also output will be true. In this case also output will be true because core 50, it is a character type data. The output will be true. A, here also output will be true because it is not a number. Okay, so in these 4 cases the output will be true. Clear? Okay, so in the next case next case I have given as is nan of 13. So here the data is a number. In this case the output will be false. Okay, അപ്പോൾ അടുത്തതിൽ ഞാൻ എങ്ങനെ കൊടുത്തു, ഈസ് നാൻ ഓഫ് 13 തന്നെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്പർ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഡബിൾ കോഡ്സ് കൊടുത്താലും അത് നമ്പറായിട്ട് കൺസിഡർ ചെയ്തോളും, ഡബിൾ കോഡ്സ് അല്ലാതെ കൊടുത്താലും അതിനെ നമ്പറായിട്ട് കൺസിഡർ ചെയ്തോളും. ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടെണ്ണം എഴുതിയിരിക്കുന്നത്. Okay, and in the next case is nan of 13.5, it is a number, so false will be printed. And in the next case also false will be printed. 0.123, it is a number, false will be printed. Again I have given 0.123 without using double quotes. Again a false will be printed. Okay, so we are going to look how this will work in the program. So I have written this program in the notepad. I will show you how I have written this program. So this is the program. See, script language is equal to JavaScript. I want to show you what will be the output. To show the message I have to use the function alert. Okay, and inside the alert I have given as is nan of welcome. Next is the same examples I have given. I have used the alert function to give the message to the user. Same functions തന്നെ എന്തിനുള്ളിൽ എഴുതി, അലേർട്ടിൽ എഴുതി. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്കൊരു മെസ്സേജ് കിട്ടണം, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള മെസ്സേജ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിൽ എഴുതിയത്, അലേർട്ടിൽ എഴുതിയത്. സോ 1 2 3 4 first 4 conditions are true and the next 1 2 3 4 5 6 conditions are false. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നോക്കാം. Okay, I am closing this program and I am going to run this program. The first true, second true, third true, fourth true, fifth one false, sixth one false, seventh one false, eighth one false, ninth one false, 10th one false. Okay, അപ്പോൾ ആദ്യത്തെ 4 എണ്ണം എങ്ങനെ വന്നു, ട്രൂയിൽ വന്നു, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫോൾസിലാണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിച്ചത്. ഓക്കെ, സോ ദി നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ടു അപ്പർ കേസ് ഫംഗ്ഷൻ. ഓക്കെ, so two uppercase, the first 2 letters are small letter, U is capital as well as C is capital, the remaining letters are small letters. Okay, so what's the use of this function? This function is used to convert all the characters in the data to the uppercase letter. അല്ല, എല്ലാ ഡാറ്റാസ് അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫംഗ്ഷനാണ് ഇത് ടു അപ്പർ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹിയർ ഐ ഹാവ് I have given 2 variables x and y. എക്സിലേക്ക് ഞാൻ കൊടുത്തു, ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ജാവാസ്ക്രിപ്റ്റ് കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ദ ഫസ്റ്റ് ജെ ഈസ് ക്യാപിറ്റൽ and എസ് ഈസ് ക്യാപിറ്റൽ. ഓക്കെ, ബാക്കിയെല്ലാം സ്മോൾ ആണ്. അപ്പോൾ ഇതെല്ലാം എന്തിൽ തന്നെ വരണം, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ വരണം. ആൻഡ് ടു കൺവേർട്ട് ദിസ് ജാവാസ്ക്രിപ്റ്റ് ടു അപ്പർ കേസ് I have to given as x dot. I have to use dot operator here. Dot
to uppercase and that converted value is stored in y. അല്ലേ, ഈ കൺവേർട്ടഡ് വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്, വൈയിലേക്ക് സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഐ ഹാവ് ടു പ്രിന്റ് ദിസ് ഡാറ്റ, സോ ഐ ഹാവ് ടു യൂസ് ദ ഫംഗ്ഷൻ അലേർട്ട്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ നോക്കാം, ഒരേപോലത്തെ 2-3 ഫംഗ്ഷൻസ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ടു ലോവർ കേസ്. വാട്ട്സ് യൂസ് ഓഫ് ടു ലോവർ കേസ്? ടു കൺവേർട്ട് ദ ക്യാരക്ടേഴ്സ് ടു small letters. The same code I have given here, x dot to lower case. The first L should be capital letter as well as C should be capital letter. മറ്റേതിൻ്റെ പോലെ തന്നെ അപ്പർ കേസിൻ്റെ പോലെ തന്നെ ആദ്യത്തെ എല്ലും രണ്ടാമത്തെ സിയും എങ്ങനെയായിരിക്കണം, ക്യാപിറ്റലായിരിക്കണം, ബാക്കിയെല്ലാം സ്മോളിലായിരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഈ ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളതെല്ലാം ഏതിൽ വരും, സ്മോൾ ലെറ്റേഴ്സിൽ വരണം. ഓക്കെ, ആൻഡ് ഐ എം ഗോയിങ് ടു പ്രിന്റ് ദിസ് യൂസിങ് ദ ഫംഗ്ഷൻ alert. Okay, so next one is char at, means character at. So here in this function only a is capital letter. A ഇവിടെ capital letter ആയിരിക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. Okay, so what's the use of this function? This function is used to print a character at a particular position. ഒരു സ്ട്രിങ്ങിലെ പർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, char at ഉപയോഗിക്കുന്നത്. ഓക്കെ, സിൻസ് വി ഹാവ് ടു പ്രിന്റ് എ ഡാറ്റ അറ്റ് ദ പർട്ടിക്കുലർ പൊസിഷൻ, there should be some index value. So in the case of JavaScript, index value starts from 0. So char at of 0 means it should retrieve the data at the first or it should retrieve the first character or the first not first data, first character. And char at of 1 means it should retrieve the or it should return the second character. Okay, അപ്പോൾ ഇൻഡെക്സ് വാല്യൂ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. char at of 0 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്യാരക്ടർ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും, char 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്യാരക്ടർ റിട്രീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ക്യാരക്ടേഴ്സ് എനിക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. Okay, so next one is I have given an example here. X is equal to JavaScript, y is equal to x dot char at of 4. That means, what do you mean by 4? We know that the index value starts from 0. Alle, so 0, 1, 2, 3, 4. So the output will be S. That means 4 means the fifth data will be printed. 0-ൽ നിന്നാണ് തുടങ്ങുന്നത് നമുക്കറിയാം. അപ്പോൾ 4 എന്ന് പറഞ്ഞു കൊടുത്താൽ ഒന്ന് കൂടുതലായിരിക്കും അവിടെ, അല്ലേ? സോ ദ ഫിഫ്ത്ത് ഡാറ്റ, വാട്ട്സ് ദ ഫിഫ്ത്ത് ഡാറ്റ? JAVA കഴിഞ്ഞ് S ആയിരിക്കും നമുക്ക് ഫിഫ്ത്ത് പൊസിഷനിൽ വരുന്നത് ഡാറ്റ. സോ ദ ഡാറ്റ the character that will be printed will be S. Okay, so next one is the length property. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ലെങ്ത് ഈസ് യൂസ് ടു റിട്ടേൺ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലെങ്ത് ഉപയോഗിക്കുന്നത്. ഹിയർ ഓൾസോ ഐ ഹാവ് ഗിവൺ 2 വേരിയബിൾസ് x and y, and I have given JavaScript to x dot length. So how this length will work? It will calculate the length of x. That means the data of x is JavaScript. അപ്പോൾ JavaScriptൻ്റെ ലെങ്ത് എത്രയുണ്ടോ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അതവിടെ പ്രിന്റ് ചെയ്യും. So the output will be 10. Okay, so now let us look how these programs will work. So I have written this program, all the functions in a single program I have written. I will just show you what I have written here. Okay, ഞാനിവിടെ ഒരു പ്രോഗ്രാം ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാ കേസസും ലെങ്ത് വരെയുള്ള കേസസ് വരുന്ന പ്രോഗ്രാം ഞാൻ ഒറ്റ പ്രോഗ്രാമായിട്ട് എഴുതി. എക്സിലേക്ക് ഞാൻ ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു, സെയിം ഡാറ്റ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അത് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം ആദ്യം, പിന്നെ നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു ലോവർ കേസ്. നെക്സ്റ്റ് ഇറ്റ് ഷുഡ് പ്രിന്റ് ദ ക്യാരക്ടർ അറ്റ് ദ ഫോർത്ത് പൊസിഷൻ ആൻഡ് ദ നെക്സ്റ്റ് ഇറ്റ് ഷുഡ് റിട്ടേൺ ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് JavaScript. Okay, so we can look how this program will work. I am going to execute this program. So first it was uppercase to convert to uppercase, so it converted to uppercase JavaScript. All the characters in the JavaScript is of uppercase characters. Okay, next one, it was small. We asked the browser to convert it into lowercase letter, so all the letters are of lowercase letters. Next I have asked to print the character at the fifth position, means the fourth index value means the fifth position, so the data printed is S. Okay, the next one is the length of the characters. JavaScript എത്ര ലെങ്ത് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, 10 ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ത് പ്രിന്റ് ചെയ്തു, 10 അവിടെ പ്രിന്റ് ചെയ്തു. ക്ലിയർ ആയോ? ഓക്കെ,
with next and the last function is type of function. So this is a very important function in JavaScript, and this function is used to find the type of a variable. In the last class we discussed about how to declare a variable. അവിടെ നമ്മൾ പറഞ്ഞു വെറുതെ ഡിക്ലറേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. The type depends on the data sent to it അല്ലേ? നമ്മൾ എന്ത് ഡാറ്റയാണോ കൊടുക്കുന്നത് ആ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ വേരിയബിളിൻ്റെ ടൈപ്പ് അവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു. Yesterday I have explained about if I am not giving any data, automatically the browser JavaScript will take it as which type of data? Undefined. Okay, so type of function gives us what type of data or what is the data type of a variable. ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ടൈപ്പ് ഓഫ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? സോ ഹിയർ ഐ ഹാവ് റിട്ടൺ എ പ്രോഗ്രാം. ഒരു 1 2 3 4 5 6 variables I have declared here from A to F, and A I have given as 25, that means it should be of number. B also is of number, and C I have given as India, that means it is of string type. D I have given as true, that means it is of Boolean data type. Okay, and E I have given as true, but it is given in double quotes. Yesterday I have explained the Boolean data type should be given without double quotes. If I am giving in double quotes, it will be automatically treated as string. Clear? And ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം Fലേക്ക് ഞാൻ എന്ത് കൊടുത്തില്ല, I have not given any data. So if I am going to print the type of value, the value of F will be shown as undefined. Okay, അതിനുവേണ്ടി ഞാൻ ടൈപ്പ് ഓഫ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ കൊടുത്ത് ശ്രദ്ധിക്കുക, document dot write type of A is equal to in double quotes plus operator I have used here, so string addition operator ആണ്. അതിനുശേഷം type of A യൂസ് ചെയ്തു. അപ്പോൾ എയുടെ ടൈപ്പ് എന്താണോ അതിവിടെ വരും. അപ്പോൾ type of A is equal to, here it should come as number plus br tag, that means it should go to the next line. അങ്ങനെ എല്ലാ എന്താ പറയുക, എല്ലാ വേരിയബിൾസിൻ്റെയും ടൈപ്പ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു ബിൽഡിൻ ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ സെയിം പ്രോഗ്രാം ഐ ഹാവ് റിട്ടൺ ഇൻ ദി notepad, so we are directly going to execute this program. Or I see here, type of A is number, type of B is number, type of C is string, I have given as India, and the type of D is Boolean, I have given as true without double quotes. Okay, and the type of E is also a string, that means I have given true for E, but I have given true with double quotes. അല്ലേ, ഈക്ക് ട്രൂ തന്നെയാണ് കൊടുത്തത്, പക്ഷെ എങ്ങനെയാണ് കൊടുത്തത്, ഡബിൾ കോഡ്സിലാണ് കൊടുത്തത്. അപ്പോൾ അത് എന്തായിട്ട് വരുള്ളൂ, സ്ട്രിങ് ആയിട്ടേ വരുള്ളൂ. ആൻഡ് ഐ ഹാവ് ഓൾറെഡി സെഡ് ഐ ഹാവ് നോട്ട് ഗിവൺ എനി ഡാറ്റ ഫോർ എഫ്, അതുകൊണ്ട് അത് എന്തായിട്ട് ഡിഫൈൻ ചെയ്യും, എന്ത് ടൈപ്പായിട്ട് കാണിക്കും, അൺഡിഫൈൻഡ് ആയിട്ട് കാണിക്കും. ക്ലിയർ ആണോ? ഓക്കെ, so today we have completed, I have written the outputs here. Today we have completed the portions of built-in function, and next class we will be discussing about how to access a value through the text box. അപ്പോൾ ഈ പ്രോഗ്രാംസിൽ നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്, നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അസൈൻ ചെയ്യുകയാണ് ചെയ്തത്. അതൊരു നല്ലൊരു മെത്തേഡല്ല. വി ഹാവ് ടു ദ പ്രോഗ്രാം ഷുഡ് ബി ഏബിൾ ടു ആക്സെപ്റ്റ് എനി ടൈപ്പ് ഓഫ് വാല്യൂസ്. ഈ പ്രോഗ്രാംസിലെല്ലാം നമ്മൾ കൊടുക്കുന്ന എന്ത് ഡാറ്റയാണോ അസൈൻ ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇൻ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ബി സ്റ്റഡിങ് ഹൗ ടു accept data from the user using JavaScript. Okay, so hope all of you have understood today's class. Thank you.